ഹായ് ഓൾ, നമസ്കാരം. ഞങ്ങളങ്ങനെ പുതിയ വെഡ്ഡിങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇത്തവണ പർച്ചേസും കാര്യങ്ങളൊന്നുമല്ല. ഞങ്ങളുടെ കല്യാണം വരവായി വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, കാണാത്തവർ ഇപ്പോൾ തന്നെ പോയി എൻ്റെ ഇൻസ്റ്റഗ്രാം കയറി നോക്കണം. സോ ഭയങ്കര നല്ല റിവ്യൂസും കമൻസും കാര്യങ്ങളാണ് ആ വീഡിയോയ്ക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും പറഞ്ഞു ഭയങ്കര യൂണീക്കായിട്ടുണ്ട്, ഭയങ്കര വ്യത്യസ്തമായിട്ടുണ്ട് എന്നാണ് എല്ലാവരുടെയും ഒരു അഭിപ്രായം. നോർമലി കാണുന്ന സേവ് ദ ഡേറ്റ് പോലത്തെ വീഡിയോസിൽ നിന്നും അത് തന്നെയായിരുന്നു ഞങ്ങൾക്കും വേണ്ടത്, ഒരു യുണീക്കായിരിക്കണം. സോ അതിൻ്റെ BTS ആണ് ഈ ബ്ലോഗിൽ കാണിക്കുന്നത്. ഫസ്റ്റ് ഞങ്ങൾ പോയത് അരുവിക്കരയാണ്. ട്രിവാൻഡ്രത്ത് അരുവിക്കര ഡാം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. അവിടെയായിരുന്നു ഫസ്റ്റ് ഷൂട്ട്. സോ നമ്മൾ ഒരു തത്തക ആ സോങ്ങിൻ്റെ റീക്രിയേഷനാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. സോ ആദ്യം ഈ വെള്ളത്തിൽ മുങ്ങുന്ന സീക്വൻസും ഞാൻ പിന്നെ ഇതാ 1 മിനിറ്റ് അടങ്ങി നിൽക്കൂല, ഫുൾ ടൈം ഡാൻസും കളിച്ചുകൊണ്ടിരിക്കും. സോ ഇവിടെയാണ് ഞങ്ങൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്തത്. കാരണം ആദ്യം വെള്ളത്തിൽ മുങ്ങുന്ന സീക്വൻസ് എടുത്തിട്ട് പിന്നെ എല്ലാം ഇൻഡോറാണ് വരുന്നത്, അപ്പോൾ അത് രാത്രി എടുക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ 2 ദിവസമായിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. അരുവിക്കരയും കിളിമാനൂരും, അങ്ങനെ 2 സ്ഥലത്ത് പോയാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. ഇത് ഫസ്റ്റ് ഡേ ഷൂട്ടാണ്, ഡേ 1. ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ ഈ വീഡിയോഗ്രാഫർ അരുൺ ചേട്ടൻ്റെ ഐഡിയ ആയിരുന്നു. അരുൺ ചേട്ടനാണ് ഈ ഐഡിയ കൊണ്ടുവന്നത്, നമുക്ക് സേവ് ദ ഡേറ്റിന് പകരം ഇത് ചെയ്താലോ എന്ന്. അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങുന്ന സീക്വൻസാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. വെള്ളത്തിനാണെങ്കിൽ ഭയങ്കര തണുപ്പും അതിനകത്ത് ഫുൾ മുങ്ങണം. ഇത് നല്ല വെള്ളമാണോ ചെളിവെള്ളമാണോ എന്ന് അറിഞ്ഞിടാത്തതുകൊണ്ട് എനിക്ക് മുങ്ങാനായിട്ടൊരു ഒരു ധൈര്യം കിട്ടുന്നില്ലായിരുന്നു. ഭയങ്കര തണുപ്പായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ. അങ്ങനെ കുറേ സമയമെടുത്ത് ഞാൻ എന്താ മുങ്ങി എണീറ്റു. മുങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ഓക്കെ ആയിരുന്നു കേട്ടോ. എൻ്റെ കൂടെ നന്ദു ഉണ്ടായിരുന്നു സപ്പോർട്ടിന്. സോ അവളിങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, കറങ്ങി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു. ഒരു റീലിന് വേണ്ടി കാടും മലയും താണ്ടി പോകുന്നവൻ. ഓ നമ്മളോടാ കളി. എനിക്കിതിന് മുന്നേ അരുൺ ചേട്ടൻ കുറേ വീഡിയോസ് എടുത്തു തന്നിട്ടുണ്ട്. അരുൺ ചേട്ടൻ്റെ കൂടെ അനന്തവും ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ എപ്പോഴും വരും. സോ കണ്ടോ, ഇപ്പോൾ ചെടി ഇല്ലാന്നുണ്ടെങ്കിൽ സൈഡിൽ ചെടി വെച്ച് നമ്മൾ ആർട്ടിഫിഷ്യലി അത് വർക്ക്ഔട്ട് ചെയ്തെടുക്കും. സോ എന്തിനും അരുൺ ചേട്ടന് സപ്പോർട്ടായിട്ടുള്ള ആളാണ് നമ്മുടെ ഈ അനന്തു. എന്തായാലും വീഡിയോ എങ്ങനെ വരുന്ന ടെൻഷൻ ഉണ്ടായിരുന്നു, ബട്ട് ഭയങ്കര എക്സ്പീരിയൻസ്. ഇറങ്ങിയിട്ട് അവിടെ മൊത്തം കല്ലായതുകൊണ്ട് നിരപ്പായ സ്ഥലമാണ്, കുഴപ്പമില്ല. കല്ലാണ്ട് ഈ വെള്ളം മൊത്തം ഇത് മൊത്തം നനഞ്ഞ് ചാക്ക് പോലെയായി പാവാട. ഇനി എനിക്ക് അസുഖം വരുമെന്ന് മാത്രമേ ഉള്ളൂ പേടി. അങ്ങനെ വെള്ളത്തിൻ്റെ പരിപാടീസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. ഇനി ഞാനും നന്ദുവും അമ്മാമ്മയും കൂടെ ഉള്ള സീക്വൻസാണ് എടുക്കാനുള്ളത്. നന്ദു വന്നിട്ട് വേഗം തന്നെ റെഡിയായി, ഞാനും റെഡിയായി. ഞങ്ങൾ 2 പേരും ധാവണിയായിരുന്നു. യെസ്, നന്ദുവിന് റെഡിയാക്കി ഞാൻ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മാറത്തില്ല, ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കും. ഞാനിങ്ങനെ കണ്ണാടി നോക്കി അഭിനയിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആളകമ്പടിയോടും അത്രയും മതി. പാട്ടിനോട് ചെയ്ത് നോക്കാം. 5, 6 കൈ തട്ടി പിടിച്ച്. റെഡി, 5, 6, 7 ഗോ. മതി എണീക്കണ്ട, ഇരുന്നാ മതി. ഞാൻ വന്നോളാം. അല്ല, എന്നെ നോക്കിയല്ലേ ചെയ്യുന്നത്? അല്ല, അവളെ നോക്കിയല്ലേ? അല്ല, ക്യാമറ നോക്കണം. അപ്പൊ ഇങ്ങോട്ട് നോക്കി പറഞ്ഞാ മതി കേട്ടോ, എന്നെ നോക്കണ്ട. അല്ല, ക്യാമറയിൽ നോക്കണ്ടല്ലോ. എന്നെ നോക്കിയാ മതി. ഒന്നും ചെയ്യണ്ട, റെഡി? കറക്റ്റാ? റെഡി? 5, 6, 7 ഗോ. ഗൈസ്, അമ്മമ്മ പാട്ടിൻ്റെ കൂടെ അഭിനയിക്കുന്നത് ഞാൻ ഇതിലിട്ടിട്ടില്ല. അത് നിങ്ങൾ ഞങ്ങളുടെ പേജിൽ കയറി ഇൻസ്റ്റഗ്രാം എൻ്റെ നയന ജോസിൻ പേജിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾക്ക് ഈ ഗോൾഡ് മാല റെൻ്റൽ ജ്വല്ലറിയാണ്. മാല, കമ്മൽ, ഞാൻ ആ വീഡിയോയിൽ മൊത്തം ഇട്ടിരിക്കുന്ന ഓർണമെൻറ്റ്സ് എല്ലാം ഞങ്ങൾക്ക് ഭൂമിക റെൻ്റൽ ജ്വല്ലറിയിൽ നിന്ന് കിട്ടിയതാണ്, വഴുതക്കാട്. സോ അവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്, നിങ്ങൾ പോയി ചെക്ക് ചെയ്താൽ മതി. ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നത് കണ്ടോ ഗൈസ്? അത്
ഇനി ഇതെന്തിനാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് ഇപ്പൊ റിസൾട്ട് കാണിച്ചു തരാം. മാത്രം കൊടുക്കാം, ടോപ്പ് ചെയ്ത് കൊടുത്തേ. അത് മതി. ഓക്കെ, കിട്ടി? എവിടെ നോക്കട്ടെ, കാണിച്ചല്ലോ. അല്ല, ബാക്ക്ഗ്രൗണ്ട് ഇത് കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് മൊത്തവും ഫില്ലാക്കി. ബാക്ക്ഗ്രൗണ്ട് ആ മിന്നിക്കല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. ഫുദിമാൻ അങ്ങനെ ഞങ്ങൾ ഡേ 2 കിളിമാനൂരാണ് ഷൂട്ടിന് പോയത്. ഞാനും ഗോകുലും നന്ദുവും വെളുപ്പിനെ എണീറ്റ്, എനിക്കൊന്നൊരു 4:30-5 മണിയൊക്കെ ആയപ്പോൾ എണീറ്റു. ബിക്കോസ് വീട്ടിൽ നിന്ന് ഒരു 1 hour ട്രാവൽ ഉണ്ടായിരുന്നു ടു കിളിമാനൂർ. അങ്ങനെ ഫസ്റ്റ് ഞാനും നന്ദുവും കൂടെ ഉള്ള സീക്വൻസ് എടുക്കാൻ തുടങ്ങി. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. ഒരു ചേച്ചി അനിയത്തി വൈബ്. നമുക്ക് അഭിനയിക്കേണ്ടതെന്ന് വന്നില്ല. ഞങ്ങൾ ഫുൾ ഫണ്ണായിട്ടിങ്ങനെ ഓടിക്കളിക്കുന്നതും ചാടി സ്റ്റെപ്പ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഫണ്ണായിട്ട് ചെയ്യായിരുന്നു. പിന്നെ നമ്മൾ 2 അമ്പലത്തിലായിട്ടാണ് ഷൂട്ട് ചെയ്തത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു, ഭയങ്കര പീസ്ഫുള്ളും ആയിരുന്നു. ഞങ്ങൾ വെളുപ്പിനെ പോയതുകൊണ്ട് അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ അമ്പലങ്ങളായിരുന്നു അവിടെ കിളിമാനൂർ ഉണ്ടായിരുന്നത്. ആക്ഷൻ കണ്ടേ, ഓടിവാ. ആക്ച്വലി ഈ സോങ് റീക്രിയേഷനിൽ ഗോകുലിന് സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. ലാസ്റ്റ് ഇങ്ങനെ വന്ന് ലാലേട്ടൻ വന്ന് പത്മപ്രിയനെ കെട്ടിപ്പിടിക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. അത് മാത്രമേ ആക്ച്വലി ഗോകുലിന് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ വീഡിയോ എടുക്കുന്ന ചേട്ടൻ പറഞ്ഞു നമുക്ക് ഗോകുലിനെ കുറച്ച് ഷോർട്സ് ഓൾറെഡി ഒന്ന് എടുത്ത് വെച്ചേക്കാം. കാരണം ഇൻ കേസ് എന്തെങ്കിലും ഷോർട്ടേജ് മിസ് വന്നാൽ നമുക്കിത് ആഡ് ചെയ്യാലോ എന്നാണ്. കാരണം പത്മപ്രിയ അതിനകത്ത് കുറേ കുട്ടികളുടെ പുറകെ ഇങ്ങനെ ഓടി വരുന്നൊരു ഷോട്ടുണ്ട്. ആ ഷോട്ട് എടുക്കാൻ ഒട്ടും പോസിബിൾ അല്ലായിരുന്നു. കാരണം അത്രയും കുട്ടികളെയും വിളിച്ച് വരുത്തണം, അവരെ ജസ്റ്റ് ഇങ്ങനെ ഓടിക്കണം. സോ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഗോകുലിന്റെ ഈ കട്ട് ഷോട്ട്സ് ഒക്കെ എടുത്തത്. ഗോകുൽ കുറേശ്ശെ ഡയലോഗുകൾ, കുറേശ്ശെ സീനുള്ള ഗോകുൽ. മോനെ സീന് കൊള്ളാം, അടിപൊളി. പക്ഷെ ഒരുങ്ങി വന്നില്ലെന്നേ ഉള്ളൂ. ഒരുങ്ങി വന്നിരുന്ന ഞാൻ പൊളിച്ചേനെ. നമ്മൾ 2ാമത് പോയ അമ്പലത്തിന്റെ അവിടെ നല്ല അടിപൊളി താമരക്കുളമൊക്കെ ഉണ്ടായിരുന്നു. സോ നമ്മൾ അവിടെ വെച്ചും കുറച്ച് ഷോട്ട്സ് ഷൂട്ട് ചെയ്തു. പാട്ടാ സീരിയസ് ആവേ അതിന് ഇത് പാട്ടിനോട് നോക്കണ്ട. 5, 6, 7 go 1 2 അത്രയില്ല 1 2 സ്റ്റാർട്ടിങ് തുള്ളലൊന്നും ഇല്ല. അത് ചുമ്മാ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ. ഓക്കെ 5 6 7 go 1 2 ഏത് സൈഡിലോട്ട് വീഡിയോ അരുൺ ചേട്ടൻ അവിടെ എന്ത് ചെയ്യണം എന്നും പറഞ്ഞിട്ട് എന്റെ ഐഡിയ ആയി പോയെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ സ്തംഭിച്ചിരിക്കുന്നു. ടൈമിംഗ് നോക്ക്.
രണ്ടെണ്ണം ഇല്ല അവിടെ, ഇത്രേ ഉള്ളൂ. എനിക്ക് ഇനിയും സമയമുണ്ട് ആലോചിക്കാൻ. ഇതോടെ പോ. ഇത് വെട്ട സീനിൽ ട്രെയിൻ കയറാൻ പോണ സീനുണ്ട്, ഓർമ്മണ്ട. ഇവരിവിടുന്ന് കളിക്കട്ടെ, നമുക്ക് പോയാലേ. നമുക്ക് അവിടെ പോയി നിക്കാം. എടാ വാടാ, ഡേ വാ വാ. പറ സെറ്റ്. ഇതേതാ അമ്പലം? വെള്ളല്ലൂർ ശിവക്ഷേത്രം. വെള്ളല്ലൂർ ശിവക്ഷേത്രം. പ്രകൃതി രമണീയമായ അതിമനോഹരമായ ഗ്രാമം. അത് ഫിൽറ്റർ ആണെന്ന് പറഞ്ഞാൽ മതി. മഞ്ഞ പെയ്ത ഫിൽറ്റർ. ഓക്കെ, അങ്ങനെ ക്യാമറമാൻ അരുണിനോടൊപ്പം അനന്തവും നമ്മൾ സൈൻ അപ്പ് ചെയ്യുകയാണ്. അമ്മാമ്മയാണോ വിളിച്ചത്? അല്ല, സൈൻ ഔട്ട് ചെയ്യുകയാണ്. ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലേ? അയ്യോ, എന്റെ ഡ്രസ് നല്ല ക്ലിയർ അല്ലേ? അങ്ങനെ നമ്മുടെ സേവ് ദ ഡേറ്റ് സക്സസ്ഫുള്ളി നിങ്ങൾ സൂക്ഷിച്ച് നോക്കണ്ട. ഞാൻ ഖുറേഷി എബ്രാഹിമിനെക്കാട്ടിലും അടിപൊളിയാണ്, ട്രോളാണ്. ഞാൻ പത്മപ്രിയ. മോഹൻലാൽ കാക്കറോട്ട് മോഹൻലാൽ. നമ്മൾ എങ്ങോട്ടാ പോണേ? എത്തി, ബൈ, ഇറങ്ങും. ബൈ ബൈ ബൈ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഔട്ട് കാണാത്തവർ ഞങ്ങളുടെ യൂട്യൂബ് ഷോർട്സോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം നയന ജോസൻ കയറി നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് കമൻസ് പറയണം. ഓക്കെ, സോ ബൈ ബൈ. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കല്യാണം വരവായി BTS. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഔട്ട് നിങ്ങളെല്ലാവരും ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സിലോ എടുത്ത് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. സോ ബൈ.